വെറും ചോദ്യങ്ങളും അതിനുള്ള പോയിന്റുകളുമാണ് വരാൻ പോകുന്നത്. മെയിൽ വേഴ്സസ് ഫീമെയിൽ ആണോ അതോ ഈ സൈഡ് വേഴ്സസ് ഈ സൈഡ് ആണോ? മെയിൽ വേഴ്സസ് ഫീമെയിൽ അങ്ങനെയാ വേണ്ടിയത് അല്ലേ? കറക്റ്റ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, അടുത്തിരിക്കുന്നു എന്ന് വെച്ച് ഹെൽപ്പ് ചെയ്യരുത്. ഓക്കെ, ഇവിടെ ഏറ്റവും ബൈബിൾ ജ്ഞാനത്തിലും മറ്റ് കാര്യങ്ങളിലൊക്കെ ഏറ്റവും സമർത്ഥര് ലേഡീസ് ആണോ ജെൻസ് ആണോ എന്ന് ഇപ്പം അറിയാം. ഇതാ ഒരാൾ മത്സരത്തിന് മുമ്പേ തോറ്റിരിക്കുന്നു. സിമ്പിളാണ്. ദേ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ബൈബിൾ അബ്രീവിയേഷൻസ്. ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ എന്താ ഇത്? ഇപ്പൊ വല്ലതും പിടി കിട്ടിയോ? ഇല്ല. ട്യൂബ് ഇങ്ങനെ കത്തി വരട്ടെ. ഇപ്പോൾ പിടി കിട്ടിയോ? എന്ന് വെച്ചാൽ 4 സുവിശേഷങ്ങൾ. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പം സപ്പോസ് ഈ ഒന്നാമത്തെ ക്ലൂ തരുമ്പോൾ തന്നെ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 300 പോയിന്റ്സ്. രണ്ടാമത്തെ ക്ലൂ തരുമ്പോഴാണെങ്കിൽ 200 പോയിന്റ്സ്, മൂന്നാമത്തെ ക്ലൂ തരുമ്പോഴാണെങ്കിൽ 100 പോയിന്റ്സ്, നാലാമത്തെ ക്ലൂ തരുമ്പോൾ ഉത്തരം ആയല്ലോ, പിന്നെ പോയിന്റ്സ് ഒന്നും വേണ്ടല്ലോ. ആദ്യത്തെ ചോദ്യം ലേഡീസിനോടാണോ ജെൻസിനോടാണോ? ലേഡീസ് ഫസ്റ്റ്. ആര് പോയിന്റ് നോട്ട് ചെയ്യും? ആരെങ്കിലും ഒരാൾ പോയിന്റ് നോട്ട് ചെയ്യണ്ടേ? ചെയ്യാം. ഓക്കെ, അതാണ് ഏറ്റവും സത്യസന്ധതയുള്ള ആളെ അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആദ്യത്തെ ചോദ്യം ലേഡീസിനോട്. ഭർത്താക്കന്മാരെ സഹായിക്കരുത്. Five, 4, 3, 1, 0. ഓ, ഫീമെയിൽസിനോടായിരുന്നു ചോദ്യം. 5. James, Peter, John is the right answer. 200 points. അടുത്ത ചോദ്യം ജെൻസിനോട്. എന്താ? കട്ടിയുള്ളത് കൊടുക്കണമെന്ന് കണ്ടോ? സ്നേഹം താണ്ട് വരുന്നു. 5 അല്ല, 4, 3, 2, 1, 0. 5, 3. Shemham Japheth is the right answer. 200 points. സൺസ് ഓഫ് നോഹ എന്ന് പറഞ്ഞാലും മതി കേട്ടോ. അപ്പൊ ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ 200. രണ്ടാമത്തെ റൗണ്ട് ലേഡീസ് മാത്രം. 5, 4, 3, 2, 1. 5, 4, 3, 2, 1. 5. Judea, Galilee, Samaria is the right answer. 100 points. ജെൻസാ കൈയടിച്ചേ. ഓക്കെ, അടുത്ത ചോദ്യം ജെൻസിനോട്, ഭർത്താക്കന്മാരോട് മാത്രം. 5, 4, 3, 2, 1, 0. 5. മറിയ, ലാസർ, മാർത്ത. 200 points. അപ്പൊ രണ്ടാമത്തെ റൗണ്ട് കണ്ടോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലെന്ന്. ഓക്കെ, ഇനി അടുത്തത് ലേഡീസിനോട്. ലേഡീസ് മാത്രം. 5, 4, 3, 2, 1, 0. 5, 4. Right answer. 200 points.
ഡാനിയൽ ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും മതി. ഭർത്താക്കന്മാരോടാണ് അടുത്ത ചോദ്യം. ഭർത്താക്കന്മാർ മാത്രം. പോയിന്റ് എഴുതിയോന്ന്, കാരണം 200 കിട്ടിയതിൻ്റെ ആ എക്സൈറ്റ്മെന്റ് ആണ്. ഓക്കെ, സഹോദരന്മാരോട് 5, 4, 300 points. അടുത്ത ചോദ്യം ഭാര്യമാരോട്, സഹോദരിമാരോട്. 5, 4, 3, 2, 1, 0. 5, 4. Reverse is the right answer. 200 points. അടുത്ത ചോദ്യം ഭർത്താക്കന്മാരോട്, സഹോദരന്മാരോട്. 5, 4, 3. എനിക്ക് മേല. 300 points. ലാസ്റ്റ് റൗണ്ട് സഹോദരിമാരോട്. 5, 4. 7 സഭകൾ. റൈറ്റ് ആൻസർ, 300 points. ലാസ്റ്റ് ചോദ്യം ഭർത്താക്കന്മാരോട്. 5, 4, 3. റൈറ്റ് ആൻസർ, 300 points. ഇതിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് കുഴയല്ലോ. എന്തായി റിസൾട്ട് പറയൂ. സഹോദരിമാർക്ക് എത്ര ഉണ്ടെന്ന് പറ. കാൽക്കുലേറ്റർ വേണോന്ന്. സഹോദരിമാർക്ക് 1000 points. ഭർത്താക്കന്മാർക്ക് 1300 points. സഹോദരന്മാരെ വിജയികളായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ സഹോദരന്മാരെല്ലാവരും വലത്തെ കൈ എടുക്കൂ, ഇളത്തെ തോടത്തേക്ക് കൊണ്ടുപോകും, 2 തട്ട് തട്ടും. വെരി ഗുഡ്. ഇങ്ങനെയാണ് ഇടയ്ക്ക് തട്ടാൻ ആളില്ലാതാകുമ്പോ സ്വയം. അത് നല്ല കാര്യമാണല്ലോ. ഭാര്യമാരെ 2 തട്ട് കൊടുക്കൂ. കിട്ടുന്ന അവസരമാണ്. ഇതുവരെ കൈവയ്ക്കാൻ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ഉച്ചകഴിഞ്ഞെടുക്കുന്നത്. ആ സെഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഇന്റിമസിയും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സും. എന്തൊരു നിശബ്ദത. സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ദൈവം മെയിൽ ആൻഡ് ഫീമെയിലിനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. അവർക്ക് ക്രിയേഷൻ്റെ ഭാഗമായി തന്നെ ഫിസിക്കൽ ഇൻറ്റിമസി ദൈവം കൽപ്പിച്ചു കൊടുത്തു. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഡേർട്ടി, ഷെയിംഫുൾ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇൻറ്റിമസി, ഫിസിക്കൽ ഇൻറ്റിമസി ഇൻസൈഡ് ദ മാരേജ് ഈസ് ഹോളി. അതുകൊണ്ട് തന്നെ അത് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ്റെ ലെവലിൽ മാത്രം കാണേണ്ട ഒന്നല്ല, അതൊരു ഇൻറ്റിമസിയുടെ ഭാഗമായിട്ട് കാണേണ്ടതാണ്. അതായത് മാനസികമായ അടുപ്പവും ശാരീരികമായ അടുപ്പവും തമ്മിൽ കോറിലേറ്റഡ് ആണ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഫാമിലി കൗൺസിലിങ്ങിന് വരുന്ന ആളുകൾ അവരുടെ ഫാമിലി പ്രശ്നം പറയുമ്പം നാച്ചുറലി നമ്മളിത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്. അവർ തമ്മിൽ മാനസികമായി അകന്നു എന്നതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ലക്ഷണം അവർ തമ്മിൽ ശാരീരികമായി അകന്നു എന്നുള്ളതാണ്. ചില കുടുംബങ്ങളിൽ എങ്കിലും കാണുന്ന വളരെ കറക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമാണ്
ഈ കുടുംബജീവിതത്തിനകത്ത് പൊതുവേ നമുക്കറിയാം ഭർത്താക്കന്മാർക്കാണ് ഈ ഫിസിക്കൽ ഇൻറ്റിമസിയോട് ജനറലി സ്പീക്കിംഗ്, നോട്ട് പെർട്ടിക്കുലർലി, ജനറലി സ്പീക്കിംഗ് ഫിസിക്കൽ ഇൻറ്റിമസിയോട് കൂടുതൽ ആഗ്രഹമുള്ളത് ഭർത്താക്കന്മാർക്കാണ് ഭാര്യമാരെക്കാളും ഇൻ കമ്പാരിസൺ ടു ഫീമെയിൽ. അപ്പോൾ ചില കുടുംബങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഭാര്യമാർ അതിനെ ഒരു ആയുധമായി ഉപയോഗിക്കും. എന്തേലും വിധത്തിൽ മാനസികമായിട്ട് ഇഷ്ടക്കേടുണ്ടായാൽ എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞ് ഈ ഫിസിക്കൽ ഇൻറ്റിമസി എന്നൊരു കാര്യം അങ്ങ് നിഷേധിക്കും. കാരണം ഭാര്യയ്ക്ക് ഏറ്റവും ആദ്യം ഭർത്താവിന് കൊടുക്കാൻ പറ്റിയ ഒരു പണി അകറ്റി നിർത്തുക എന്നുള്ളത് എന്നൊരു കാര്യമാണ്. ഒരു വിധത്തിൽ അത് പറയുമ്പോൾ തന്നെ മറുവിധത്തിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ പറയണം. മാനസികമായ അടുപ്പമില്ലാതെ എന്ത് ശാരീരിക അടുപ്പത്തെക്കുറിച്ചാണ് സാർ ഈ പറയുന്നത്? അത് നടക്കത്തില്ല. കാരണം പുരുഷന്മാരെ സംബന്ധിച്ച് മാനസികമായ അടുപ്പം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ശാരീരിക അടുപ്പത്തിന്. പക്ഷെ ഭാര്യമാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. മാനസികമായ അകൽച്ച എന്ന് പറയുന്നത് ശാരീരികമായ അടുപ്പത്തിനൊരു ഭയങ്കര വിലങ്ങുതണിയാണ്. ബിക്കോസ് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ദം മോർ ഇമോഷണൽ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ ഈ ഗിഫ്റ്റ്, ദൈവം തന്നിരിക്കുന്ന ഈ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഫിസിക്കൽ ഇൻറ്റിമസി മാരേജിൻ്റെ ഔട്ട്സൈഡിൽ ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് നേരെ വിരുദ്ധമായ പ്രവൃത്തിയാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. സെക്ഷുവാലിറ്റി ഫാമിലി ബോണ്ടിനെ ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നു. അതായത് ഇത് ഇമോഷണൽ ക്ലോസ്നെസ് ഉണ്ടാക്കുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയ്ക്ക്. അതായത് ആരോഗ്യകരമായ ശാരീരിക അടുപ്പം ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഇടയ്ക്ക് കാര്യമായ വൈകാരിക അടുപ്പത്തെ ഉണ്ടാക്കുന്നു. പിന്നെ ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് അവർ വാല്യൂഡ് ആണെന്നും സെക്യൂർഡ് ആണെന്നും അവർക്ക് ബോധ്യം കിട്ടുന്ന ഒരിടമാണ് ഫിസിക്കൽ ഇൻറ്റിമസി. പിന്നെ ഇവർ രണ്ടുപേരും ഒരു ദേഹമായി തീരും എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള യൂണിറ്റി, അവരൊന്നാകുന്നു എന്നതിൻ്റെ ദൈവിക പദ്ധതിയുടെ ഒരു വെളിപ്പെടുത്തലും കൂടെയാണ് ഫിസിക്കൽ ഇൻറ്റിമസിയിലൂടെ സംഭവിക്കുന്നത്. ഈ ഡിസ്റ്റൻസിങ് ഒഴിവാക്കും റെഗുലർ ഫിസിക്കൽ ഇൻറ്റിമസി. ലോൺലിനെസ് ഒഴിവാക്കും. അതിനും ഫിസിക്കൽ ഇൻറ്റിമസി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഫിസിക്കൽ ആക്ടിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അഫെക്ഷനും ടെൻഡർനെസ്സും. ഞാൻ ഈ ഫാമിലി കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലും കൂടെ കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു ഒബ്സർവേഷൻ നിങ്ങളോട് പറയാം. നമ്മൾ വിചാരിക്കുന്ന പല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും നമ്മൾ പൊതുവേ കാണുന്ന ഭയങ്കര അച്ചീവ്മെൻറ്റ്, അതായത് നല്ല ജോലി സാഹചര്യങ്ങൾ എല്ലാം അച്ചീവ് ചെയ്തിരിക്കുന്ന, നമ്മുടെ പ്രതീക്ഷയിൽ ഭയങ്കര അറിവും ഒക്കെ ഉണ്ട്, കഴിവും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന പല ആളുകൾക്കും ഫിസിക്കൽ ഇൻറ്റിമസി എന്നൊരു മേഖല ഒരു ഭയങ്കര ഒരു ഇഷ്യൂ ആണ് എന്ന് ഞാൻ പല കപ്പിൾസിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ റെയറായിട്ടാണെങ്കിലും ചിലർക്കൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ എഡ്യൂക്കേഷൻ പോലും ഇല്ല എന്നൊരു യാഥാർത്ഥ്യവും ഇതിനോട് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Now what I mean to say is there are couples who come for counseling, and then as part of counseling, when we inquire about the physical intimacy area, we understand that there are people who doesn't even know the exact way of physical intimacy. ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യാറുള്ളൊരു പുസ്തകമുണ്ട്, ഒരു ക്രിസ്ത്യൻ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്. I have not seen any other book which is very very informative like this book. അതും ഈസിലി ഡൗൺലോഡബിൾ ആണ്, ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇച്ചിരി പഴയ ഒരു പുസ്തകമാണ്. ദി ആക്ട് ഓഫ് മാരേജ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ടിം ലാഹായ് എഴുതിയ ഒരു പുസ്തകമാണ്. അപ്പോൾ അതിൽ വളരെ എക്സാക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സിന് വരുന്ന എല്ലാവർക്കും ആ ബുക്ക് കൊടുക്കാറുണ്ട്. അതിൻ്റെ സോഫ്റ്റ് കോപ്പി എൻ്റെ കയ്യിലുണ്ട്, അത് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഈ ഒരു മേഖലയിൽ പല ആളുകളുടെയും അറിവ് ഭയങ്കര കുറവാണ് എന്നും കൂടെ പല കേസുകളിലും ഞാൻ കണ്ടു എന്നുള്ളത് എന്നെയും സർപ്രൈസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഒരു അഫെക്ഷനും ടെൻഡർനെസ്സും ഫിസിക്കൽ ആക്ടിനോട് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പല ഭർത്താക്കന്മാരുടെയും പ്രശ്നം. അപ്പോൾ സെക്ഷുവാലിറ്റി പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് ഇമ്മൊറാലിറ്റി. അതായത് ഇപ്പം നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് ഭയങ്കര ബ്രോക്കൺ വേൾഡാണ്.
അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ ഫിസിക്കൽ ഇൻറ്റിമസി, സെക്ഷുവാലിറ്റി എന്നുള്ളത് ദൈവം മനുഷ്യനിൽ വെച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് ബ്ലോക്ക് ആകപ്പെടുക എന്നുള്ളത് ഒത്തിരി പാപങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകേണ്ടതിന് ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞിരിക്കാം എന്നുള്ളതല്ലാതെ ഫിസിക്കലി ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന, ഒരു ലോങ് ടേം ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്നത് വേദപുസ്തക പ്രകാരം അലൗഡ് അല്ല. അത് വേദപുസ്തകം അതിനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ ഫാമിലി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ആ രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിച്ചത്. കാരണം ഇന്ന് നമ്മൾ താമസിക്കുന്ന ലോകം ഭയങ്കര ബ്രോക്കൺ വേൾഡാണ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. ഈ കുറച്ചാൾ മുമ്പ് എൻ്റെ അടുത്ത് വന്നൊരു കൗൺസിലിംഗ് കേസിൽ ഈ ഭാര്യ, അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം പരിഹരിച്ചു വരികയാണ്. അപ്പോൾ പ്രശ്നം ഏകദേശം പരിഹരിച്ച് അവർ റിലാക്സ്ഡ് ആയി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ ഇൻറ്റിമസി റെസ്റ്റോർ ആകുക എന്ന് പറഞ്ഞൊരു മേഖലയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. പെട്ടെന്ന് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, ഐ ആം അഫ്രൈഡ് ടു ഹാവ് എനി ഫിസിക്കൽ കോൺടാക്ട് വിത്ത് ഹിം. ഐ ആസ്ക്ഡ് ഹിം വാട്ട് ഈസ് ദ റീസൺ. ഷീ സെഡ്, ഐ റിയലി സസ്പെക്ട് that this man went after immorality during our എന്താ പറയുക, distancing times. And then she had some evidence to give and he rejected, whatever be the case. So she was indicating that because there was distancing for a long time, somewhere about several years, they came for counseling after 9 years of problems. So several years they have been distancing physically. And she says she has evidences in which that proves that this man went to that area, these are those type of areas, and he spent his money there, which means he has gone for immorality. അപ്പോൾ അതുകൊണ്ട് തന്നെ she says he might have contacted with HIV, who knows എന്നൊക്കെ ഒരു ആരോപണം പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. സോ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് ഒരു പ്രശ്നത്തിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ടൊരു ഫിസിക്കൽ ഡിസ്റ്റൻസിങ് നാച്ചുറലി ഉണ്ടായേക്കാം. പക്ഷെ അധികം താമസിയാതെ പ്രശ്നവും പരിഹരിക്കണം, ഫിസിക്കൽ ഡിസ്റ്റൻസിങ്ങും പരിഹരിക്കണം. അല്ലാത്ത പക്ഷം കുടുംബങ്ങൾക്കകത്ത് ഒത്തിരി തകർച്ചകൾ നമ്മൾ ദിനംതോറും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഗാർഡ്സ് ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫ്രം ടെംപ്റ്റേഷൻ, ബിക്കോസ് വി ആർ ലിവിങ് അറ്റ് എ വേൾഡ് ഇൻ വിച്ച് ഇറ്റ് ഇസ് ഫുൾ ഓഫ് ടെംപ്റ്റേഷൻ. ഈ ഏദൻ പൂങ്കാവനത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് ഒരു ക്ലാസിക് ഉണ്ടല്ലോ, പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന ക്ലാസിക്. അത് വിശദീകരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയുണ്ട്. ആദവും ഹവ്വയും കൂടെ എന്നും അവർ കൈ കോർത്ത് പിടിച്ചായിരുന്നത്രേ തോട്ടം കാണുകയും ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഹവ്വ ആദവനോട് പറയുകയാണ്, ഹേയ്, ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം ആദം പറഞ്ഞു, അയ്യോ അങ്ങനെയല്ല, നമ്മൾ കൈ കോർത്ത് പിടിച്ച് അങ്ങനെ, ഇതാ നിങ്ങളുടെ പ്രശ്നം, എന്ന് നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കും, ഇതന്നെ എനിക്കും ഇല്ല ഒരു വ്യക്തിത്വം, ഞാനും ഒരു സ്വതന്ത്ര വ്യക്തിയല്ലേ, ഇങ്ങനെ സദാസമയത്ത് നിങ്ങൾ അടിമപ്പെട്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അപ്പോൾ അവസാനം ആദാം പറഞ്ഞു, എന്നാൽ പിന്നെ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ ഈ ഇൻറ്റിമസി ഉണ്ടല്ലോ, ഈ കൈ കോർത്ത് പിടിച്ചിരുന്ന കൈ കോർത്ത് പിടിച്ചത് ഇങ്ങനെ അങ്ങ് പിടിക്കുന്ന ഒരു രംഗം പാരഡൈസ് ലോസ്റ്റിൽ ചിത്രീകരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഒത്തിരി പേര് വായിക്കുന്നവരാണെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ വന്നപ്പം എൻ്റെ തൊട്ട് മുന്നിലിരുന്ന സീറ്റിലെ ആൾ പാരഡൈസ് ലോസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതിൽ ഈ കൈ ഇങ്ങനെ വിടുവിക്കുന്ന ഒരു രംഗമുണ്ട്. ആ നിമിഷമാണ് ക്യാമറ തോട്ടത്തിൻ്റെ മറുഭാഗത്തോട്ട് പിശാച് അവിടെ പാമ്പിൻ്റെ വേഷത്തിൽ ഭയങ്കരമായിട്ട്, പുള്ളി ഇങ്ങനെ താഴോട്ടൊരു ചാട്ടം. അപ്പം ഒരു ഓഥറും പിശാചും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ട്. ജോൺ മിൽട്ടൺ ഈസ് ആസ്കിങ് ദ ഡെവിൾ, ഹേയ് വേർ ആർ യു ഗോയിങ്? അറിഞ്ഞില്ലേ അവിടെ കൈവിട്ടു. അവിടെ കൈവിട്ടെങ്കിൽ നിനക്ക് എന്നാ? കൈവിട്ടാൽ എവിടെ വരുമെന്ന് എനിക്കറിയാം. നേരെ പുള്ളി വിലക്കപ്പെട്ട അരുത് എന്ന് പറഞ്ഞ മരത്തിൽ ചെന്നിരുന്നു. കറക്റ്റ് പുള്ളിക്കാരത്തി അങ്ങോട്ട് തന്നെ ചെന്നു. ഈ ഒരു ഫിസിക്കൽ ബോണ്ടിങ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാട്ട് ഈസ് നെക്സ്റ്റ്? ടെംപ്റ്റേഷൻ ഈസ് നെക്സ്റ്റ്. അത് ഭാര്യയും കീഴടക്കാം, ഭർത്താവിനെയും കീഴടക്കാം. എനി ടൈം ഇറ്റ് ക്യാൻ ഹാപ്പൻ. I see dozens of cases like that. Recently, there was one family, right now they migrated to some other country, but before they went to that country, they were in another country, and during that time they had some emotional issues. Because of this, the wife wanted to, distance herself from the husband. So she said, I will no longer allow you to touch me. എന്നൊക്കെ പറഞ്ഞ് ഡിസ്റ്റൻസിങ് ഉണ്ടായി.
അവസാനം കൗൺസിലിങ്ങിന് വരുമ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഹസ്ബൻഡ് ഇസ് നോട്ട് എ സ്പിരിച്വൽ മാൻ. പുള്ളി ഓൾറെഡി പിന്മാറ്റത്തിൽ കിടക്കുന്നയാൾ. ഇവരുടെ ഇടയ്ക്ക് ഈ പ്രശ്നം കൂടെ ആയപ്പോൾ ഒരു പിന്മാറ്റത്തിൽ കിടക്കുന്ന ആളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാം? ഏത് ലെവൽ വരെയും പിശാച് ആ വ്യക്തിയെ കൊണ്ടുപോകാം. പുള്ളിയുടെ കൂടെ ജോലി ചെയ്യുന്ന പുള്ളിയുടെ സെക്രട്ടറിയുമായിട്ട് പുള്ളി അവിഹിത ബന്ധം തുടങ്ങി. അവസാനം ഭാര്യ ചകഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം കണ്ടുപിടിച്ചു, പുള്ളിയെ ചോദ്യം ചെയ്തു. അപ്പോൾ പുള്ളി അത് നിഷേധിച്ചു. പക്ഷെ ഭാര്യയുടെ കയ്യിൽ ഭയങ്കര എവിഡൻസ് ഉണ്ട്. അപ്പോൾ അവർ സെപ്പറേറ്റ് ആകാമെന്ന് പറഞ്ഞു. അങ്ങനെ വല്ലാത്തൊരു രംഗത്തിലേക്ക് പോയത് ഞാൻ ഓർക്കുകയാണ്. സോ ദ തിങ് ഈസ്, we have to rectify problems when it occurs without much delay. കാരണം ടെംപ്റ്റേഷൻ നിറഞ്ഞൊരു ലോകമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സിലൊക്കെ പിള്ളേരോട് പറയാറുണ്ട്, നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഐ ടെൽ യു, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കിയാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം, വാട്ട് എവർ ബി ദ കേസ്, യു കനോട്ട് ഹാവ് ഫിസിക്കൽ ഡിസ്റ്റൻസിങ്. അപ്പോൾ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് നമ്മൾ ഇപ്പം ഒരാളുടെ ജോലി ചെയ്തെന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ കിട്ടുന്നില്ല, ഫിസിക്കൽ ഇൻറ്റിമസിക്ക് സമയമേ ഇല്ലെന്നൊക്കെ പറയുന്നില്ലേ? വെരി വെരി അൺഹെൽത്തി. എത്ര സ്ട്രഗിൾ ചെയ്താലും കൊള്ളാം, യു ഹാവ് ടു ഫൈൻഡ് ടൈം ഫോർ എവറി ഇൻറ്റിമസി ഇൻക്ലൂഡിങ് ഫിസിക്കൽ ഇൻറ്റിമസി എന്നുള്ളതാണ് അത് വചനം പറയുന്ന വ്യവസ്ഥ. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പിള്ളേരോട് പറയും, കല്യാണം കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും 2 രാജ്യങ്ങളിൽ താമസിക്കുക. നെവർ. വേദപുസ്തകം അലൗ ചെയ്യുന്ന കാര്യമല്ല. ഈ ലോകം അതുപോലത്തെ ലോകമായതുകൊണ്ട് വി മസ്റ്റ് ബി വെരി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ് ആസ് വെൽ. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് അപ്ഹോൾഡ്സ് മാരിറ്റൽ ഫെയ്ത്ത്ഫുൾനെസ് ഇൻ എ കൾച്ചർ ഓഫ് ഇൻഫിഡിലിറ്റി ആൻഡ് പോണോഗ്രാഫി. പോണോഗ്രാഫി എന്നൊരു ലോകം ഒരു വല്ലാത്ത ലോകമാണ്. ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സം പീപ്പിൾ ബിഫോർ ദ ഗെറ്റ് മാരീഡ് they get into too much of vulgarity in pornography. കാരണം പോണോഗ്രാഫി എന്നുള്ളതൊരു ജെനുവിൻ സെക്ഷുവാലിറ്റിയുടെ പ്രൊജക്ഷൻ അല്ല, ഒരു നോർമൽ സെക്ഷൽ കോണ്ടാക്റ്റ് അല്ല പോണോഗ്രാഫിയുടെ ഒബ്ജക്റ്റീവ്. ഇനി ഈ ഡോപ്പമൈൻ എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. അപ്പോൾ ഈ പോണോഗ്രാഫി കാണുന്ന ഒരാൾക്ക് ഒരു ചെറിയ എക്സ്പോഷർ മതി, ഭയങ്കര എക്സൈറ്റഡ് ആവും. പക്ഷേ ഇത് സ്ഥിരമായി കഴിയുമ്പം, ഇത് സ്ഥിരം പോണോഗ്രാഫിയിലേക്ക് എക്സ്പോസ് ആയി കഴിയുമ്പം പിന്നെ പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ആ എക്സ്പോഷർ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നില്ല. കാരണം ഡോപ്പമൈൻ കോംപ്രമൈസ്. പിന്നെ ഇച്ചിരി കൂടെ കൂടിയ പോണോഗ്രാഫി വേണം, അത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ കൂടിയത് വേണം, പിന്നെ ഇച്ചിരി കൂടെ. അപ്പോൾ ചില മാസങ്ങൾ സ്ഥിരമായി മണിക്കൂറുകളോളം ഈ പോൺ സൈറ്റിന് അടിമപ്പെടുന്ന ഒരാൾക്ക് സംഭവിക്കുന്നത് ഭയങ്കര ഐഡിയേഷനാണ് സംഭവിക്കുക. ഒബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് ഫീമെയിൽ ആണ് പോണോഗ്രാഫി നടക്കുന്നത്. ഫിസിക്കൽ ഇൻറ്റിമസി അല്ലത്, ഒബ്ജക്റ്റിഫിക്കേഷനാണ്. അപ്പം അത് കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ കുടുംബത്തിൽ ഉണ്ടായേക്കാവുന്ന പൊട്ടിത്തെറി പ്രശ്നങ്ങൾ എൻ്റെ അടുത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, സം പീപ്പിൾ ഡെവലപ്പ് സെക്ഷൽ പെർവേർഷൻ, അബ്നോർമൽ ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾക്ക് ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ്. വൺ റീസൺ ഈസ് ദെയർ എക്സ്ട്രീം എക്സ്പോഷർ ടു അബ്നോർമൽ സെക്ഷുവാലിറ്റി. അത് വന്നിട്ട് ചില ആളുകൾക്കൊക്കെ ഭയങ്കര, ഇപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ സാഡിസം, മെസോക്കിസം. മെസോക്കിസം എന്ന് പറയുന്നത് സംബഡി വാണ്ട് ദ പാർട്ട്ണർ ടു ഇൻഫ്ലിക്ട് പെയിൻ ഓൺ ദം, ഓൺലി ദെൻ ദേ ഗെറ്റ് സെക്ഷൽ പ്ലഷർ. കുറച്ചാൾ മുമ്പ് ഒരു രാജ്യത്ത് താമസിക്കുന്ന മലയാളികളായ വിശ്വാസികളായ ഭാര്യയും ഭർത്താവും വന്നതിൽ ഈ ഭർത്താവിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, മൈ വൈഫ് വാണ്ട് മീ ടു ഇൻഫ്ലിക്ട് പെയിൻ അപ്പോൺ ഹെർ വിച്ച് ഐ കാൺട്ട്. ഐ ഡോണ്ട് ഗെറ്റ് പ്ലഷർ ഔട്ട് ഓഫ് ദാറ്റ്, ബട്ട് ഷീ സേസ് ഷീ ഗെറ്റ്സ് പ്ലഷർ ഓൺലി ത്രൂ ദാറ്റ്. അതാണ് ഈ എക്സ്പോഷർ ഒരു വ്യക്തിയിൽ കൊണ്ടുവന്ന ഡാമേജുകളിൽ ഒരു ഡാമേജ്. ചില ആളുകളൊക്കെ നമ്മൾ കാണാറില്ല ഈ സെയിം സെക്സ് അഡിക്ഷനിലേക്ക് പോകുന്നതും. അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളൊരു അന്വേഷണം. മേ ബി വെൻ ഐ ടോക്ക് ടു ദി യങ്സ്റ്റേഴ്സ് ടുമോറോ ഐ വിൽ ലുക്ക് ഇൻ ടു ദോസ് തിങ്സ് ഓൾസോ. പക്ഷേ ഇവിടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഏർലി എക്സ്പോഷർ ടു സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു നോർമൽ സെക്ഷുവാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ചില ആളുകളിൽ ഹോമോസെക്ഷൽ ട്രേറ്റ്സ് വരാം. അപ്പോൾ അത് ഞാൻ ഈ ഹോമോസെക്ഷൽസുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, എൻ്റെ അടുത്ത് ഹോമോസെക്ഷൽ ആയിട്ട് പല ആളുകളും കൗൺസിലിങ്ങിന് വരാറുണ്ട്. എന്നെ സർപ്രൈസ് ചെയ്ത ഒരു കാര്യം, ഞാനൊരു യൂത്ത് ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസാണ്. ഞാനന്ന് അവിടെ താമസിക്കുക, രാത്രി എനിക്ക് ഉറക്കം വരത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചത് എന്ത് ചൂട് കാരണമാണോ, ഞാൻ അവസാനം ഒരു വിധത്തിൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ എഴുന്നേറ്റ് ഒരു 12 മണി 1 മണിയായ സമയത്ത് പുറത്തിറങ്ങി
ഇച്ചിരി കാറ്റ് കിട്ടാന്ന് വിചാരിച്ചൊരു മരത്തിൻ്റെ ഒരു ഇങ്ങനെ ചുറ്റും കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഇതുണ്ട്. അവിടെ ചെന്നിരുന്നപ്പോൾ ആ ദിവസം ഫുൾ ഡേ അവിടെ ഭയങ്കര ലീഡർഷിപ്പ് കൊടുത്തൊരു ചെറുപ്പക്കാരൻ. അവൻ എൻ്റെ അടുത്ത് വന്നു, സാറേ എന്നെ ഉറക്കം വരുന്നില്ല. ഞാൻ പറഞ്ഞു, ഇല്ല, ചൂടായോണ്ടായിരിക്കും. സാറിൻ്റെ ഉറക്കം പോയത് എനിക്ക് വേണ്ടിയാണ് സാർ. എന്നാണ്? ഐ ഹോപ്പ് യു ഹാവ് സം ടൈം. യെസ് പ്ലീസ് കം ആൻഡ് സിറ്റ്. സർ, ഐ ബീൻ സ്ട്രഗ്ലിംഗ് വിത്ത് ദിസ്. ഇന്നത്തെ ക്ലാസ് കേട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര കുറ്റബോധമാണ് സാറേ. എന്നാ കാര്യം? സാറേ, ഐ എം എ ഹോമോസെക്ഷൽ. ഇത് കേട്ട ഒന്നാമത് എൻ്റെ മനസ്സിലായി, എടാ ഹോമോസെക്ഷലായി നീയാണോ യൂത്ത് ക്യാമ്പിൻ്റെ ടോപ്പ് ലെവലിൽ ഇത്രയും ലീഡർഷിപ്പും കൊടുത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച്? ഐ സ്ട്രഗിൾ പേഴ്സണലി. ഇപ്പം ഞാൻ അവനോട് ചോദിച്ചു, എങ്ങനെ ഇത്, ഐ മീൻ ഹൗ ഡിഡ് യു ബിക്കം? ഈ ചെറുപ്പക്കാർക്ക് പിശാചും ലോകവും കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ലൈ ഉണ്ട്. ദ ലൈ ഈസ് some people tell them that you are born with homosexual traits. That's a lie. That's a lie. You have no other option. നീ ഇങ്ങനെയാണ്, നീ ട്രാൻസ് ആണ്, ട്രാൻസ്ജെൻഡർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു അറിവില്ലാതെ ഈ പിള്ളേരുടെ അകത്തോട്ട് ഇത് വിതയ്ക്കുകയാണ്, കുത്തിവെക്കുകയാണ്. എ ഹോമോസെക്ഷൽ ഇസ് നോട്ട് ബോൺ ആസ് ഹോമോസെക്ഷൽ. റോബർട്ട് സ്പിറ്റ്സറിൻ്റെ സ്റ്റഡീസ് ഇന്നും അവൈലബിൾ ആണ്. പക്ഷെ അത് പിന്നീട് ബ്ലോക്ക് ചെയ്തു. അത്ര സ്റ്റഡീസ് പോലും അലൗഡ് അല്ല. ഇപ്പം പല 31 രാജ്യങ്ങളിൽ അത്ര സ്റ്റഡീസ് അലൗഡ് അല്ല. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോഴും അലൗഡാണ്. ഡീക്രിമിനലൈസ് ചെയ്തെങ്കിൽ പോലും അവർക്ക് റൈറ്റ്സ് റെസ്റ്റോർ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അവിടെ സ്റ്റഡീസൊക്കെ ചെയ്യാം. പക്ഷേ 31 രാജ്യങ്ങളിൽ ഈ ഓറിയൻറ്റേഷൻ, സെക്ഷൽ ഓറിയൻറ്റേഷൻ ഒരാൾക്കൊരു പ്രശ്നമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ആ വ്യക്തിയെ കൗൺസിലിംഗ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ അലൗഡ് അല്ല നിയമപ്രകാരം. പക്ഷേ അത് അലൗഡ് ആയിരുന്ന സമയത്ത് USA റോബർട്ട് സ്പിറ്റ്സർ 256 ഹോമോസെക്ഷൽസിനെ സ്റ്റഡി ചെയ്തു. പുള്ളി ഇൻ്റർവെൻഷണൽ സ്റ്റഡിയാണ് ചെയ്തത്. 6 മാസം പുള്ളി അവർക്ക് കാര്യമായ കൗൺസിലിങ്ങും ഇൻസൈറ്റും എല്ലാം കൊടുത്തു. അതിനകത്തുനിന്ന് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഹോമോസെക്ഷൽ ട്രേറ്റിൽ നിന്ന് പുറത്തു വന്നു. സോ ഹി പ്രൂവ്ഡ് വിത്ത് ക്ലിനിക്കൽ എംപിരിക്കൽ ഡേറ്റ ദാറ്റ് ഹോമോസെക്ഷുവാലിറ്റി ഹാൻ ബി ഹീൽഡ്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു 4-5 കേസുകൾ ഞാൻ പറയാം. ഇവരാരും ജനിച്ചപ്പോൾ ഹോമോസെക്ഷൽ ആയിരുന്നില്ല. ഇവരുടെ ഏർലി എക്സ്പോഷർ ടു സെക്ഷുവാലിറ്റി പ്രശ്നമായിപ്പോയി. ഒരു പയ്യനെ ഞാൻ ഇപ്പോഴും കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. അവൻ എൻട്രൻസ് കോച്ചിങ്ങിന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക, 12ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അവൻ ഭയങ്കര ഹോമോസെക്ഷൽ ട്രേറ്റ്സാണ്. ഞാൻ സംസാരിച്ച് വന്നപ്പം അവൻ്റെ ആദ്യത്തെ സെക്ഷൽ എക്സ്പോഷർ ഒരു മെയിലുമായിട്ടായിരുന്നു. സോ ഹീ സംഹൗ ഇന്റേണലൈസ് സെക്ഷുവാലിറ്റി ദാറ്റ് വേ. അപ്പം നമ്മളിന്ന് താമസിക്കുന്ന ലോകം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് വേൾഡ് ദാറ്റ് ഇൻഫ്ലിക്ട് പീപ്പിൾ വിത്ത് എ ലോട്ട് ഓഫ് ഇൻഫിഡിലിറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കിയ മീഡിയ മുഴുവനും പ്രൊജക്റ്റ് ചെയ്യുന്ന ലോകം എന്താണ്? ഇഫ് യു ഹാവ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, യു ആർ ദ ഹീറോ. എവറി ഹീറോസ് ഹാസ് ഗോട്ട് ദാറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ ഡ്രാമയും അതുപോലത്തെ കുറേ കാര്യങ്ങളും പിള്ളേരിൽ നിന്ന് എക്സ്പോസ്ഡ് ആവുന്ന റൊമാൻറ്റിക് മ്യൂസിക്കുകളും ഒത്തിരി അവരുടെ എക്സ്പോഷേഴ്സും അവർക്ക് കൊടുക്കുന്ന ഹീറോയിസം ഇസ് വെരി ഡിസ്റ്റോർട്ടഡ് ഹീറോയിസം. അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് ചിലർക്ക് ഉണ്ടാക്കുന്ന അൺഫെയ്ത്ത്ഫുൾനെസ്സാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഫാമിലി പ്രശ്നം പരിഹരിക്കാതെ മുന്നോട്ട് പോകുമ്പം അത് ഇൻറ്റൻസിഫൈ ആവുന്നു. So sexuality keeps a marriage honorable before God and society. Practical points on male-female differences in sexuality. I'm not saying something new. You already know it, but there may be some people who still doesn't know this. One, desire patterns are different. Just different. Men often experience desire more spontaneously. They can be, arouse spontaneously, but women, they usually experience desire more responsively after an emotional connection or emotional affection and expressions. That's a desire pattern difference. Visual versus emotional triggers. Men are generally more visually stimulated. Visual stimulation ആണ് for men, they are more generally visually stimulated. But for women, they respond more to touch, words and atmosphere. That's another difference. അതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. മൃഗങ്ങളുടെ ഫിസിക്കൽ ഇൻറ്റിമസിയിൽ ഈ കാര്യങ്ങളൊന്നും ഇല്ല. But God has created men in such a way that their physical intimacy has much more to do with emotion. That's why two flesh becomes one എന്നും
ആദം ഹവ്വയെ അറിഞ്ഞു, ആഡം ന്യൂ ഹിസ് വൈഫ് എന്നൊക്കെ ആ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ്സ് എ മിസ്റ്ററി ഓഫ് ഫിസിക്കൽ ഇൻറ്റിമസി ഇൻസൈഡ് ദ മാരേജ് വിച്ച് ഇസ് ഡിസൈൻഡ് ബൈ ഗാഡ്. Now, frequency expectations vary between male and female. Men may desire sexual intimacy more frequently. Women may prefer quality over quantity. That's another difference. In many families, sexuality becomes a routine. And there are many, many wives who report that they never have intimacy in an emotional level. They never experience it for a long, long time, but the husband is satisfied. Because husband doesn't know the wife's part. വൈഫ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, വൈഫിന് എന്താണ് ഇഷ്ടം, വൈഫിന് എന്താണ് ഇഷ്ടക്കേട്, ആര് നോക്കുന്നു? ഇല്ലെങ്കിൽ ഹസ്ബൻഡിന് എന്താണ് ഇഷ്ടം, ഹസ്ബൻഡിന് എന്താണ് ഇഷ്ടക്കേട്, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. സോ ദൈവം വച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഫിസിക്കൽ ഇൻറ്റിമസി എന്നൊരു മേഖല എത്രത്തോളം പരാജയമായിട്ട് മാറുന്ന കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. Another thing, stress affects women more strongly. I mean, it affects men as well, but it affects women more strongly. Some people, അവര് എല്ലാവരും ഒന്ന് ഇമോഷണലി സ്ട്രോങ് അല്ല. ചില ആളുകൾക്ക് ചില വാക്കുകൾ ഭയങ്കരമായിട്ട് ഇന്റേണലൈസ് ചെയ്യും. അപ്പം അത് റിസോൾവ് ചെയ്തില്ലെങ്കിൽ ഫിസിക്കൽ ഇൻറ്റിമസി അവർക്ക് സാധിക്കത്തില്ല. ഐ ഹാവ് കം അക്രോസ് ഫാമിലീസ് ഇൻ വിച്ച് മേ ബി എനി പോയിന്റ് ഓഫ് ടൈം ഭാര്യ ഭർത്താവിനെ ഒരു ഫിസിക്കൽ ലെവലിൽ കളിയാക്കി. അത് ഭർത്താവിൻ്റെ ഫിസിക്കൽ പെർഫോമൻസിനെ ഉൾപ്പെടെ ബാധിച്ചു. ദേ ആർ നോട്ട് ഏബിൾ ടു ഹാവ് എ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. He has desire, but then he is never able to do it with the wife. The reason, emotional internalization. For a woman, അവളെ ഫിസിക്കലി കളിയാക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് പറയുകയാണ്. ഒരു ഭർത്താവും ഭാര്യയും കൗൺസിലിങ്ങിന് വന്നപ്പം വിഷയം എന്നാന്ന് വെച്ചാൽ നമ്മുടെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ പറയാറുള്ള ഒരു സ്റ്റോറി അത്. കല്യാണം എന്താ, മാരേജ് എന്താ, കുറേ അറിവുകളുണ്ട്. പക്ഷേ തലേ ദിവസം വന്ന് കുറേ ആൾക്കാർ, ചില ആളുകൾക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് അറിവുകൾ നല്ല രീതിയിൽ കിട്ടാത്ത ആളുകൾക്കും ഇമോഷണലി സ്ട്രോങ് അല്ലാത്ത ആളുകൾക്കുമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. തലേ ദിവസം വന്നിട്ട് ഈ ഭർത്താവിനോട് കൂട്ടുകാരൊക്കെ പറഞ്ഞടാ കെട്ടാൻ പോവല്ലേ, അതെ, കുടുംബജീവിതത്തെക്കുറിച്ച് വല്ലതും അറിയാം, പിന്നെ കുറേ വാ ഇരിക്കും ഞാൻ പറഞ്ഞുതരാം. ഒരുത്തൻ പറഞ്ഞു, ഈ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന വർഗം ഉണ്ടല്ലോ, ഒരല്പം പോലും സ്വാതന്ത്ര്യം കൊടുത്തേക്കരുത്, സ്വാതന്ത്ര്യം കൊടുത്താ നിന്റെ ജീവിതം പോക്കാന്ന് പറഞ്ഞു. അപ്പം ഇവൻ വിചാരിച്ചു, ആണല്ലേ, അത് ശരി. ഇവൻ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇവൻ ചെയ്തു തന്നെയാണെന്നറിയാവോ, ആദ്യ രാത്രിയിൽ പുള്ളിക്കാരത്തി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവൻ പറഞ്ഞു, എടി നിന്നെ കണ്ട എന്തിനു കൊള്ളാം, എനിക്ക് എത്രയോ നല്ല പെണ്ണുങ്ങളുടെ ആലോചന വന്നാന്നറിയാവോന്നൊക്കെ പറഞ്ഞു. ഇവളെ അങ്ങ് കാരണം അടിച്ചമർത്തണമല്ലോ, അതിനു വേണ്ടി പുള്ളി. പക്ഷെ അവൾ അന്ന് രാത്രി ഒരു തീരുമാനം എടുത്തു. ഒന്നാമത്തെ തീരുമാനം, എന്നെ കൊള്ളത്തില്ലല്ലോ, അതുകൊണ്ട് ഡോണ്ട് ടച്ച് മീ. രണ്ടാമത്തെ തീരുമാനം, ഐ വിൽ പ്രൂവ് ടു യു, നിങ്ങളുടെ മുമ്പിൽ ഞാൻ തെളിയിച്ചു തരാം, എന്നെ നോക്കാൻ ആണുങ്ങളുണ്ടോ എന്ന് തെളിയിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഷീ വെന്റ് ആഫ്റ്റർ പീപ്പിൾ. പുള്ളിക്കാരത്തിന് ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുത്തനുമായിട്ട് അങ്ങ് അടുത്തു. പുള്ളി അറിയാൻ വേണ്ടിയും കാണാൻ വേണ്ടിയും മനഃപൂർവ്വമായിട്ടൊരു അഫെയറിലേക്ക് പോവുകയാണ്. അപ്പോൾ പുള്ളിക്ക് സംശയമായി, പുള്ളി പിടിച്ചു, എല്ലാം കൂടെ തെളിവ് സഹിതം നിരത്തി ഒരു ദിവസം ചോദ്യം ചെയ്തപ്പോൾ ഇവള് പറഞ്ഞു, ഇപ്പം മനസ്സിലായോ എന്നെ നോക്കാനും ആളുണ്ടെന്ന്. പക്ഷെ അപ്പോഴേക്കും ആ ഒരു ഇമോഷണലി അങ്ങേ അറ്റം വരെ പോയി. അപ്പം ആ പറഞ്ഞ കൂട്ടത്തിൽ ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം ആയതുകൊണ്ട് എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്നത്. പുള്ളി പറഞ്ഞു, സാറേ ഈ കയ്യിലെ പാടുകളൊക്കെ കണ്ടോ, ഇതൊക്കെ എന്നാന്ന് അവളോട് ചോദിച്ചേ. അപ്പോൾ അവൾ എന്നോട് പറയാം, സാറേ എന്നെ കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കും, എന്നെ തല്ലും, ഇതെല്ലാം ചെയ്യും. അപ്പം എനിക്ക് തിരിച്ചിതൊന്നും ചെയ്യാൻ എനിക്ക് ആരോഗ്യമില്ല. പക്ഷേ എൻ്റെ ഈ 10 നഖങ്ങൾ ഞാൻ പുള്ളിക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഞാനൊരു പിടി അങ്ങോട്ട് പിടിക്കും, ഇത്രയും നഖം അവിടെ കയറും. അപ്പോൾ ചില കുടുംബങ്ങൾ ചെന്ന് ചാടുന്ന അബദ്ധങ്ങളാണ്. കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ചില ഭാര്യമാരോട് ഇല്ലെങ്കിൽ പെൺകുട്ടികളോട് കല്യാണത്തിൻ്റെ തലേന്ന് ചിലരൊക്കെ ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന കുറേ, മക്കളെ അവിടെ ചെല്ലുമ്പം ഒരു അമ്മായിയമ്മ എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന്, ഇവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും അവർ പറയുന്നത്. ഇല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ഈ ഭർത്താക്കന്മാർ, എൻ്റെ ദൈവമേ നമുക്ക് ഒരു വിലയും തരത്തിൽ. എന്നെ പുള്ളിക്കാരത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാം കൂടെ കയറി ടെൻഷൻ അടിച്ച് സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഭയങ്കര പ്രസംഗം
ഒന്നും തലയിൽ കയറത്തില്ല. അതിനാണ് നമ്മൾ 1, 2, 3 ദിവസങ്ങളെടുത്ത് പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൽ നമ്മളത് ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യം പേഴ്സണലായിട്ട് സംസാരിക്കും, ജോയിൻറ്റ് സെഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഹീൽ ചെയ്യേണ്ട മേഖലകളുണ്ടെങ്കിൽ അതെല്ലാം വേണം. So wives often need more time to warm up in physical intimacy. Women generally need more time for arousal. Men may become ready for more quickly. Slow, affectionate touch and communication help bridge the difference. Body image issue affects women more. Many women struggle with insecurity about their bodies. Gentle affirmation builds confidence and strengthens sexual connection. ലോകത്തിൽ ആരെയും ശരീരത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ചിലരെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണ്. നമ്മൾ പാടാറുള്ളൊരു പാട്ടില്ലേ, സ്വർഗീയ ശില്പിയെ നേരിൽ കാണും നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിൺമയമാം ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. അത് എഴുതിയത് ഷാരൂൻ അല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദറാണെന്ന് തോന്നുന്നു, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആളുണ്ട്. അപ്പോൾ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവം എന്താ ഇത്? കിട്ടിയൊരു ഉത്തരവാണ്, ഞാൻ ആ സ്വർഗീയ ശില്പിയാന്ന് കാണുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടും. ഇന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ചില ആളുകൾക്ക് അവരുടെ ശരീരം ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചത്. ചിലർക്ക് പൊക്കം ഉള്ളവരുണ്ട്, പൊക്കം ഇല്ലാത്തവരുണ്ട്. ചിലർ ഒന്നും കഴിച്ചില്ലെങ്കിലും വണ്ണം വയ്ക്കും. ചിലർ മനഃപൂർവ്വം ശരീരം കെയർ ചെയ്യത്തില്ല. ഒരാൾക്ക് വണ്ണം കൂടുതലാണെന്നും പറഞ്ഞ് പുള്ളി ഡോക്ടറെ അടുത്ത് ചെന്നു, എൻ്റെ സാറേ വണ്ണം കുറയ്ക്കണം, അതിനെന്തെങ്കിലും മെഡിസിൻ തരണം. ഡോക്ടറോട് അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ഞാനെന്ത് മെഡിസിൻ തരും? ഒരു കാര്യം ചെയ്യും, രാവിലെ 2 ഇഡ്ഡലി, ഉച്ചയ്ക്ക് 1 തവ ചോറ്, വൈകിട്ട് 2 ചപ്പാത്തി, ഇതാണ് ഇതിൻ്റെ മെഡിസിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൾ ചോദിക്കുക, ഇത് ആഹാരത്തിന് മുമ്പാണോ കഴിക്കേണ്ടത്? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലുക്കിൻ്റെ പേരിലും ശരീരത്തിൻ്റെ പേരിലും ആരും ആരെയും വിധിക്കാൻ പാടില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അതോടൊപ്പം പറയേണ്ട ഒരു കാര്യം കൂടെയാണ്, അതും കൂടെ പറഞ്ഞാലേ 2 കോയിൻ്റെ 2 സൈഡ് ആവത്തുള്ളൂ. ചില ആൾക്കാർക്ക് ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു താല്പര്യമില്ല. അവർ ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ എക്സസൈസ് ചെയ്യത്തില്ല, നടക്കാൻ പോകത്തില്ല, ഭക്ഷണം ക്രമീകരിക്കത്തില്ല. ആദ്യം ഒരു വയറ് വരുന്ന കാണാൻ പുറകെ ഒരാൾ വരും. അല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞതുമായിട്ട് ചേർത്ത് പറയുമ്പോഴേ 2 സൈഡ് ആവത്തുള്ളൂ കോയിൻ്റെ കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ അല്ല. ചിലർ ഭക്ഷണം കഴിക്കാത്തതാണ് വണ്ണം വയ്ക്കുന്നത്, അത് സംഭവിച്ചു. പക്ഷേ ഇത് മറുഭാഗം എന്ന് പറയുന്നത്, നമ്മളാൽ കഴിയുന്ന എല്ലാ എഫേർട്ടും ഇട്ട് പരമാവധി, ഞാൻ പറയുന്ന എല്ലാവരും നമ്മുടെ സിനിമാ താരങ്ങളെ പോലെ നടക്കാനൊക്കെ ഒന്നല്ല, എന്നാലും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഇല്ലേ, മെൻ ആർ എറോസ് ബൈ വിഷ്വൽസ്. അപ്പോൾ ഭാര്യയുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം ഭർത്താവിന് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി ഭാര്യയ്ക്ക് അതൊരു പരിശ്രമം ചെയ്യാം. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശരീരം ഭാര്യയുടേതാണ്. അപ്പോൾ ഭാര്യയ്ക്ക് താല്പര്യം ഭർത്താവ് നല്ല രീതിയിൽ എന്നുള്ള, അപ്പം എഫേർട്ട് ഇടുക എന്ന് പറഞ്ഞൊരു ആശയമുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് നമ്മൾ. അപ്പോൾ എന്നാലേ അത് ബാലൻസ് ആകത്തുള്ളൂ. So men connect through sexuality, women connect before sexuality. For many men, sexual intimacy brings emotional closeness. For many women, emotional closeness leads to sexual intimacy. നമ്മൾ സാധാരണ പറയാറുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ, men gives love to get sex, whereas women give sex to get love. Because for them, love is more important. എന്ന് പറയാറുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ്. സോ ദിസ് അണ്ടർസ്റ്റാൻഡിങ്, ഇമോഷണൽ ക്ലോസ്നെസ് ലീഡ്സ് ടു സെക്ഷൽ ഇൻറ്റിമസി എന്നുള്ളതും സെക്ഷൽ ഇൻറ്റിമസി ബ്രിങ്സ് ഇമോഷണൽ ക്ലോസ്നെസ് എന്നുള്ള ഡിഫറൻസും മനസ്സിലാക്കുന്നത് കുറേ ഫ്രസ്ട്രേഷൻ റെഡ്യൂസ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ലൈഫ് ലൈൻ. ഒരിക്കലും മറക്കരുതാത്ത കാര്യം, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ലൈഫ് ലൈൻ. അതായത് couples who talk openly about needs, preferences, boundaries and timing
എൻജോയ് ബെറ്റർ ഇൻറ്റിമസി. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെയും കൾച്ചറിൻ്റെയും ഒരു വലിയ പ്രശ്നം. ഈ സെക്ഷുവാലിറ്റി എന്നുള്ളത് ഭയങ്കര ഷെയിംഫുൾ കാര്യമാണ് എന്നുള്ള ഒരു മെസ്സേജ് അകത്ത് ഭയങ്കരമായിട്ട് കയറുന്നത് കൊണ്ട് തന്നെ കുടുംബജീവിതത്തിനകത്ത് പോലും ഇതേക്കുറിച്ച് മിണ്ടത്തില്ല, രണ്ടുപേരും മിണ്ടത്തില്ല. ഇപ്പം രണ്ടുപേർക്ക് ചില പ്രിഫറൻസസ് ഉണ്ട്, ചില ആശയം. സോ വാട്ട് ഈസ് നോർമൽ സെക്ഷുവാലിറ്റി, അബ്നോർമൽ സെക്ഷുവാലിറ്റി എന്ന് ചോദിച്ചാൽ, ഐ മീൻ ഇഫ് ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ ഹാപ്പി അബൌട്ട് വാട്ട് എവർ ടൈപ്പ് ഓഫ് സെക്ഷുവാലിറ്റി, ദാറ്റ് ഈസ് അലൗഡ്. ഇഫ് ദേ ബോത്ത് ആർ ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ അല്ല. പക്ഷെ ഇത് പറയണ്ടേ? ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കുടുംബജീവിതത്തിലേക്ക് കയറിയിട്ട് 8-10 വർഷമായിട്ട് പോലും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് സങ്കടകരമാണ്. സോ ഹൗ ക്യാൻ ദാറ്റ് ഹാപ്പൻ? ഇറ്റ് ക്യാൻ ഹാപ്പൻ ഓൺലി ബൈ willing to overcome that cultural boundary and then start communicating. വളരെ റെയർ ആയിട്ടെങ്കിലും ചില ആളുകൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് വന്ന ഒരു കപ്പിള് കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ടും ഇതുവരെയും അവരുടെ ഇടയ്ക്ക് ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടായിട്ടില്ല. So now I was talking to the husband and then the husband told me, yeah, we have physical intimacy. Yeah, we have. So what is this all about? So for him, all what he knew about physical intimacy is masturbation. He thought that is what is family, that is what is happening in family also. പക്ഷെ വൈഫിന് അറിയാം ഇതല്ല, പക്ഷെ വൈഫ് മിണ്ടുന്നില്ല. ഷീ ഈസ് ഫ്രസ്ട്രേറ്റഡ്. അവസാനം ഭയങ്കര ദേഷ്യമായി, വിദ്വേഷമായി. ഈ കാര്യം മാത്രം പറയത്തില്ല, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഭയങ്കര ഈ കാര്യം മാത്രം ആബ്സെൻ്റ് ആണ്. ഭയങ്കര ബഹളമായി, വിഷയമായി, വഴക്കായി, ഈർഷ്യയായി. ഇതെല്ലാം കഴിഞ്ഞ് കൗൺസിലിങ്ങിലാണ് ഈ ഒരു മേഖല അവർ റിവീൽ ചെയ്തത്. സോ ഐ ആസ്ക്ഡ് ഹിം ടു റീഡ് ദാറ്റ് ബുക്ക്, The Act of Marriage. There was another person who was given a lot of extreme spiritual orientation about sexuality, that he went to an extreme. Extreme എന്ന് പറഞ്ഞാൽ പെൺപിള്ളേരോട് മിണ്ടത്തില്ല, പെൺപിള്ളേരോട് സംസാരിക്കത്തില്ല, അവരെ അകറ്റി നിർത്തും. ഈ ചെറുക്കന് കല്യാണം നടക്കുന്നില്ല, 30 വയസ്സായിട്ടും കല്യാണം നടക്കുന്നില്ല. ഇഷ്ടം പോലെ ആലോചന വരും, എന്നാൽ രണ്ടുപേരും സംസാരിക്കട്ടെ എന്ന് പറയും. ഒരു സംസാരം കഴിയുമ്പോഴേക്കും ആ പെണ്ണ് പറയും ഇയാളെ വേണ്ടെന്ന് പറയും. ഇതെന്താ നടക്കുന്നത്? ഇപ്പം ഈ അപ്പൻ എന്നോട് പറഞ്ഞു ഇവനോടൊന്ന് സംസാരിക്കണം. അപ്പം ഇവന് ഈ സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് ഒന്നാമത്തെ സംഭാഷണത്തിൽ തന്നെ ഇവൻ ഒരുമാതിരി കാട്ടുപോത്തിനെ പോലെ സംസാരിക്കും. ഞാനൊന്നും അങ്ങനെ തമാശ പറയുന്ന ആളൊന്നുമല്ല കേട്ടോ, എനിക്കങ്ങനെ കൂടുതൽ വർത്തമാനം പറയാനൊന്നും അറിയത്തില്ല കേട്ടോ, ഞാൻ ഇച്ചിരി ഡിസ്റ്റൻസിങ് ഒക്കെ സൂക്ഷിക്കുന്ന ആളാണ് കേട്ടോ. ഇത് കേൾക്കുന്ന പെണ്ണ് ഓടിച്ച് അത് വന്ന വഴിയെ ഓടും. അപ്പോൾ അവന് കുറേ ട്രെയിനിങ് വേണ്ടി വന്നു. ഫീമെയിൽസോട് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് അവൻ 2-3 ആലോചനകളിൽ സംസാരിക്കാൻ വേണ്ടി ഇവനെ ട്രെയിൻ ചെയ്യേണ്ടി വന്നു എനിക്ക്. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കേണ്ടി വന്നു, എന്ത് പറഞ്ഞു, എന്ത് പറഞ്ഞില്ല, അപ്പോൾ എന്ത് പ്രതികരണം ഉണ്ടായി, അപ്പോൾ എന്ത് റെസ്പോണ്ട് ചെയ്തു, ഇമാജിനേറ്ററി സിറ്റുവേഷൻ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ച്, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയുമെന്നൊക്കെ അങ്ങനത്തെ ട്രെയിനിങ് കൊടുത്ത് ഒടുവിലാണ് ഒരു കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം കുറച്ച് മാസങ്ങളായി. അത് കഴിഞ്ഞ ഒരു ദിവസം കൗൺസിലിങ്ങിന് വരേണ്ട വന്നു. അത് പുള്ളിയുടെ ദേഷ്യത്തിൻ്റെ കൂടുതൽ കാരണം. പക്ഷെ ഇപ്പോൾ അവർ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ couples who talk openly about needs, preferences, boundaries and timing, they enjoy better intimacy. അപ്പോൾ encourage the use of kind, non-blaming language. അതാണ് ബ്ലെയിമിങ് ലാംഗ്വേജ് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും. പക്ഷെ അതിന് പകരം I feel this and that, I feel we should not do this, we should do that. Can we try? I mean, that's also a good language. Or one partner is asking the other partner, what helps you to feel great? What helps you to feel close? This is a language that is required. So what are some of the major challenges? അതാണ് ഒന്നാമത്തെ കാര്യം, കമ്മ്യൂണിക്കേഷൻ ബാരിയർ. They find difficult to talk openly about sexual needs, sexual expectations, sexual struggles. സാറ്റിറിക് ബിഹേവിയർ എന്ന് പറഞ്ഞൊരു ഡിസോർഡർ ഉണ്ട്. ആ ഡിസോർഡർ എല്ലാവരിലൊന്നും ഇല്ല, വളരെ ചുരുക്കമായിട്ട് കാണാറുണ്ട്. ദാറ്റ് ഈസ് എക്സ്ട്രീം ഡിസയർ ഫോർ സെക്ഷുവാലിറ്റി. അത് കുടുംബജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ. അപ്പോൾ ആ ആളുകൾക്ക് അവർക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണം.
ഈ ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ സ്ട്രെസ് ഈറ്റിംഗ് എന്ന് കേട്ടിട്ടില്ലേ? സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുകൊണ്ടേയിരിക്കുക, എത്ര തിന്നാലും അവർക്ക് പിന്നെയും പിന്നെയും എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ്, അതൊരു നോർമൽ ബിഹേവിയർ അല്ല അത്. ആ സ്ട്രെസ്സിൻ്റെ കോപ്പിംഗ് മെക്കാനിസമായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ് തിന്നുകൊണ്ടേയിരിക്കുക, ഉള്ള വറുത്തതും പൊരിച്ചതും മുഴുവനും. പക്ഷെ അതിനെ റെക്ടിഫൈ ചെയ്യണം. അതൊരാളുടെ ഒരു ബലഹീനതയാണെന്ന് കണ്ടാൽ ഉടൻ തന്നെ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഈ കുടുംബജീവിതത്തിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ചില കാര്യങ്ങളെ നമ്മൾ ബലഹീനത എന്ന് കണ്ടാൽ അതിനെ നന്നായിട്ട് ബലഹീനതയെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകല്ല, അതിനകത്തുനിന്ന് ഒരു മാനേജ്മെൻ്റ് ഉണ്ടോ എന്ന് ചിന്തിക്കണം. ഈ ഇടയ്ക്ക് ഞാനൊരു കപ്പിളിനോട് സംസാരിച്ചപ്പം, ഇവൻ കല്യാണം കഴിച്ച പെൺകുട്ടി, അവള് വലിയൊരു എക്സ്പോഷർ ഇല്ലാത്തയാളാണ്. അപ്പോൾ അവൾക്ക് സത്യം പറഞ്ഞാൽ ഒരു കുടുംബജീവിതത്തിനകത്തുള്ള റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഒരു ഭാര്യ എന്നുള്ള ഒരു റോളിൽ അവൾക്ക് കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഭർത്താവ് ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി, അവൾക്ക് ആ ഇഷ്യൂസ് ഉള്ളത് ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഞാൻ അവൾക്ക് അറിയില്ലാത്തതെല്ലാം കൂടെ ഞാൻ ചെയ്ത് പക്ഷെ പുള്ളി ഇപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയി തുടങ്ങി. അപ്പോൾ ശരിക്കും വേണ്ടിയത് അതിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുക. ഒരു ഭാര്യയുടെ റോള്, ആ റോളിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഭർത്താവിൻ്റെ റോള്, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അത് നന്നായി ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത്, ഒരു ഭാര്യയ്ക്ക് അതിൽ അറിവ് കുറവാണെങ്കിൽ, അതിൽ ട്രെയിനിങ് ഇല്ലെങ്കിൽ, അതിലേക്ക് ഈ ഹസ്ബൻഡ് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഡിസ്കഷൻ നടന്ന് അവളെ അപ്പാക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ അവിടുത്തെ ഒരു സ്ട്രാറ്റജി എന്ന് ഞങ്ങളുടെ ഒരു കോൺവെർസേഷനിൽ വന്ന് ഞാൻ ഓർക്കുന്നു. സോ കൾച്ചറൽ ഷൈനസ്, എസ്പെഷ്യലി അമംഗ് വിമൻ, that leads to silence. Fear of offending or being misunderstood prevents honest conversation. ഈ ഒഫൻഡിങ്ങും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാകാം കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. That can happen. Depends on how you present something. When you present something caringly, understandably, it doesn't offend. But the moment you present, especially physical intimacy സംബന്ധിച്ച്, when you present your problem in a harsh way, in a judging way, that can result in a lot of problem. Lack of guidance from family or church leads to ignorance. ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവർ റയറായിട്ടാണ്, യൂഷ്വൽ അല്ല. ഫിസിക്കൽ ഇൻറ്റിമസി that's for procreation. After it is done, no more. That's not allowed. God wants us to be people who will sacrifice our desires എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? That's not right. That's not right എന്ന് ഞാൻ പറയാനുള്ള ഒന്ന് രണ്ട് റീസൺസ് പറയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ഈ ഇസഹാക്ക് അബ്രഹാം പോയ പോലെ ഒരിക്കൽ പോയില്ലേ ഒരു ദേശത്ത് എന്നിട്ട്, അപ്പം ഇർബേക്കയോട് പറഞ്ഞു, നീ എൻ്റെ സിസ്റ്റർ ആണെന്ന് പറയണം. സെയിം പാറ്റേൺ, ഫാദറിൻ്റെ പാറ്റേൺ മക്കളിലേക്ക് വരുന്നൊരു സമയം. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അബീമലേക്ക് കിളിവാതിൽ കൂടി നോക്കി, മലയാളത്തിലാണ്, അതിനത് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. കിളിവാതിൽ ഇസ്ഹാക്ക് തൻ്റെ ഭാര്യയായ റിബേക്കയോട് കൂടെ വിനോദിക്കുന്നത് കണ്ടു. ഉടൻ തന്നെ പുള്ളി പറഞ്ഞു, ഇത് നിന്റെ ഭാര്യയല്ലേ. അതായത് the way it is written is he engaged into an enjoyment with his wife that results in concluding that they are husband and wife. അപ്പോൾ അവർ നമ്മളുടെ ഫിസിക്കൽ ഇൻറ്റിമസിക്ക് അന്ന് വേറെ സ്ഥലങ്ങളൊന്നുമില്ല, ഗാർഡനൊക്കെയാണ്, മറവുള്ള സ്ഥലങ്ങൾ നോക്കിയാണ്. അപ്പോൾ അത് പുള്ളി കണ്ടു കിളിവാതിലിൽ കൂടി. അതാണ് അവിടുത്തെ ഒരു രംഗം. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഹി അണ്ടർസ്റ്റുഡ് ദിസ് എൻജോയ്മെന്റ് ഹാപ്പൻസ് ഓൺലി ബിറ്റ്വീൻ us. അപ്പോൾ ആ ഫിസിക്കൽ ഇൻറ്റിമസിക്ക് കൊടുത്തിരിക്കുന്ന പ്രയോഗം കണ്ടോ, വിനോദിക്കുക, എൻജോയ് ചെയ്യുക. സോ ഫിസിക്കൽ ഇൻറ്റിമസി ഈസ് നോട്ട് ജസ്റ്റ് ഫോർ പ്രോക്രിയേഷൻ അലോൺ, ഇറ്റ്സ് ഫോർ എൻജോയ്മെന്റ് ഇൻസൈഡ് മാരിറ്റൽ ബൗണ്ടറീസ് എന്ന് പറയുന്ന ഒരു ആശയം. അതുപോലെ സദൃശ്യവാക്യങ്ങളിലുണ്ട് എൻജോയ് യുവർ വൈഫ് ഓഫ് യൂത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. So couples often assume instead of discussing, they assume things and that leads to unmet needs. അടുത്ത ചലഞ്ച്, mismatched expectations and desires. So difference in sexual drive ആണ് ഒരു mismatched ഇത്. One has a higher or lower desire than the other.
ഇല്ലെങ്കിൽ ഒരാൾ ഫിസിക്കലായിട്ട് മാത്രം ഇൻറ്റിമസിയെ കാണുന്നു, അടുത്ത ആൾ ഇമോഷണലി കാണുന്നു. നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം. മറ്റൊന്ന്, അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ഷേപ്ഡ് ബൈ മീഡിയ, ഇല്ലെങ്കിൽ അൺഹെൽത്തി കമ്പാരിസൺസ്. അത് ഈ മീഡിയ കൊടുക്കുന്നൊരു പ്രശ്നമാണ്. Neglect of affection outside the bedroom, like words, touch, attention. അറ്റൻഷൻ കൊടുക്കത്തില്ല, സ്പർശിക്കത്തില്ല, വാക്കുകൾ പറയത്തില്ല. പ്രത്യേകിച്ചും ഫീമെയിൽസിനെ സംബന്ധിച്ച് ഫിസിക്കൽ ടച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 2 ഫീമെയിൽസ്, 2 പെൺകുട്ടികൾ, അവർ ഭയങ്കര ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ്. കുറേ നാൾ കൂടിയാണ് അവർ കാണുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, അവർ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് നിന്ന് സംസാരിക്കുന്നതാണ്. പുരുഷന്മാർ അങ്ങനെ ചെയ്യാറില്ല. So the difference is, there are expectations of physical touch, words, affection, attention. There is a pressure to perform instead of enjoying intimacy as love. അത് കിട്ടുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നമാണ്. എവിടെയൊക്കെയോ വെച്ച് മനസ്സിനകത്ത് കുറേ പെർഫോമൻസ് ആങ്സൈറ്റി കയറി അങ്ങനെ കുടുംബജീവിതത്തിലേക്ക് പോകുന്നവരുണ്ട്. ഭയങ്കര ഗിൽറ്റുമായിട്ട് കുടുംബജീവിതത്തിലേക്ക് കയറുന്നവരുണ്ട്. അതാണ് അഗെയിൻ, ബിഫോർ people get into marital life, one of the major things that is expected is they have to heal themselves from any unwanted guilt from the past. എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ സിന്നിലൂടെ പോയ ആൾക്കാർ പ്രപ്പോസലും മാരേജ് വരുമ്പോഴേക്കും മനസ്സിനകത്തിട്ടങ്ങ് ഭീതിയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നൊരു ഫാമിലി കൗൺസിലിങ്, കല്യാണം കഴിഞ്ഞ് ഏകദേശം 2 വർഷമായി. പ്രശ്നമെന്ന് വെച്ചാൽ അവർ ഭയങ്കര അകന്നിരിക്കുന്നു, ഫിസിക്കലി ഒക്കെ അകന്നിരിക്കുന്നു. പറഞ്ഞു വന്നപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പെങ്കൊച്ച് ഏകദേശം 8 വയസ്സുള്ളപ്പോൾ ഇവളെ കീബോർഡ് പഠിപ്പിക്കാൻ വരുന്ന സാറ് ഇവളെ ഫിസിക്കലി സെക്ഷലി അബ്യൂസ് ചെയ്തു. അപ്പോൾ ഈ സെക്ഷൽ അബ്യൂസ് അന്ന് കിട്ടിയ ഈ കൊച്ചിന്, 8 വയസ്സുള്ള ആൾക്ക് എന്നാന്ന് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളും മനസ്സിലായില്ല. പക്ഷെ കുറച്ച് വർഷങ്ങൾക്കകം ആ സാറൊക്കെ പോയി ഒരു 14 years ഒക്കെ ആയ സമയത്ത് ഇവൾക്ക് മനസ്സിലായി ഇത് എന്തായിരുന്നു. അപ്പോഴാണ് അവൾക്ക് ഗിൽറ്റ് തുടങ്ങിയത്, അപ്പോഴാണ് അവൾക്ക് ഭയം തുടങ്ങിയത്, അപ്പോഴാണ് അവൾക്ക് വെറുപ്പ് തുടങ്ങിയത്. അപ്പോൾ ഇവള് നേരെ ചെന്ന് ഒരു ദിവസം അമ്മയോട് എന്ന് പറഞ്ഞു, മമ്മി, ഞാൻ 8 വയസ്സുള്ള സമയത്ത് എന്നെ കീബോർഡ് പഠിപ്പിക്കാൻ വന്ന സാർ എന്നെ ഇങ്ങനെയൊക്കെ അബ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവള് പ്രതീക്ഷിച്ചത് മമ്മി ഭയങ്കര ഷോക്കാവും, ഇവൾക്ക് ഭയങ്കര ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കും, ഇവൾക്കൊരു ഹീലിങ്ങിന് വേണ്ടി ഇവളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മമ്മി എടുത്തടിച്ച പോലെ പറഞ്ഞു, നിന്റെ കയ്യിലെ കുറ്റം കൊണ്ടായിരിക്കും, അന്ന് നീ എന്നാ മിണ്ടാഞ്ഞ്, നീ എന്നെ എൻജോയ് ചെയ്തോ. അത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നോട് പറഞ്ഞു നീ മേലാൽ ഒരാളോട് നീ ഇത് മിണ്ടിപ്പോരും. അപ്പൊ എന്തു പറ്റി? അവൾക്ക് വെന്റിലേഷൻ നഷ്ടപ്പെട്ടു. അപ്പൊ ഇനി ആരോടും പറയാനില്ല, അമ്മയോടും മിണ്ടിയിട്ട് കാര്യമില്ല. ഇവള് നെക്സ്റ്റ്, വാട്ട് ഈസ് നെക്സ്റ്റ്, ഒറ്റയ്ക്കിരുന്ന് ഇമാജിൻ ചെയ്തു. ഇതിങ്ങനെ മനസ്സിനകത്തിട്ട് കറങ്ങി ആ മനുഷ്യനോട് ദേഷ്യം, പക, ആ മനുഷ്യനെ കൊല്ലുന്നത് വിഷ്വലൈസ് ചെയ്യുക, അങ്ങനെ ഡ്രീംസ് കാണുക. അവിടം തൊട്ട് ഇവൾ അങ്ങോട്ട് ഈ ഒരു മേഖലയിൽ ഭയങ്കര ഇഷ്യൂ ഡെവലപ്പ് ചെയ്തു. അവൾക്ക് 23 വയസ്സായി, പ്രപ്പോസൽസ് വരാൻ തുടങ്ങി. ഇവള് പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട. പിന്നെ പാരൻസ് ഉണ്ടല്ലോ, അവർ നല്ല ഭീഷണിപ്പെടുത്തി. അവസാനം അവൾ ഓക്കെ സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ചെറുക്കൻ്റെ പ്രപ്പോസൽ വന്ന് ഇവർ തമ്മിൽ സംസാരം തുടങ്ങിയപ്പോൾ ഇവള് പറഞ്ഞു, അതെ എനിക്കൊരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്, സോ ദെയർഫോർ ഐ തിങ്ക് നമ്മുടെ ഇടയ്ക്ക് ഒരു ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ ഇറ്റ് മൈറ്റ് ടേക്ക് ടൈം. പുള്ളി പറഞ്ഞു ഞാനിപ്പോൾ എന്നാ, നോ പ്രോബ്ലം. പുള്ളിക്കും മനസ്സിലായില്ല ഇത്ര സീരിയസ് കാര്യമാണെന്ന്. കല്യാണം കഴിഞ്ഞു, ആഴ്ച 1, മാസം 1, മാസം 3, മാസം 4, ഈ ഒരു മേഖലയിൽ അവൾ സമ്മതിക്കത്തില്ല. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, ആരെങ്കിലും ഒരു കൗൺസിലിങ്ങിനും എല്ലാം പോണ്ടേ, ഇവന്റെ കൂട്ടുകാരനോട് എന്ന് പറഞ്ഞു. കൂട്ടുകാരൻ പറഞ്ഞു, എടാ അതിന് നീ ഒന്നും ചെയ്യണ്ട, അവൾ ഉറങ്ങിക്കിടക്കുമ്പം ബലമായിട്ട് നീ ഫിസിക്കൽ ഇൻറ്റിമസി ചെയ്തോളാന്ന് പറഞ്ഞു. അവൻ ആ ഉപദേശം അതുപോലെ സ്വീകരിച്ചു. അവള് നല്ല കൂർക്കം വലിച്ചുറങ്ങും, ഇവൻ അവളെ കയറി പിടിച്ചു. അവള് ചാടി ഇങ്ങ് എഴുന്നേറ്റിട്ട് കൊടുത്തു അവന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. എന്താ പറ്റിയെന്ന് വെച്ചാൽ ആ നിമിഷം തൊട്ട് നമ്മുടെ കീബോർഡ് സാറിനോടുള്ള സകല സംഭവങ്ങളും ഭർത്താവിനോടായി. ഹീ ഈസ് ദി അബ്യൂസർ.
അപ്പൊ അടുത്തെന്താ, ഭർത്താവ് റൂമിൽ കിടക്കാൻ പാടില്ല. 2 റൂമിലായി. അവസാനം മുറിയിൽ നിന്ന് പുള്ളിക്കാരത്തി കുറ്റി ഇട്ടാൽ പോലും പുള്ളിക്കാരത്തിക്ക് പേടിയാ, ഭർത്താവ് വരുമെന്നുള്ള പേടി. ഭർത്താവിനെ കുറിച്ചാ. അവസാനം പുള്ളിക്കാരത്തിയുടെ സ്കില്ല് ഉപയോഗിച്ച് മറ്റൊരു സംസ്ഥാനത്ത് ജോലി തരപ്പെടുത്തി ഇതിയാനിൽ നിന്ന് പോയി അങ്ങോട്ട്. അപ്പൊ ഇതിയാനിപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യാൻ പോലും അവൾ സമ്മതിക്കത്തില്ല. അപ്പോഴേക്കും വർഷം 2 കഴിഞ്ഞു. എന്നിട്ടാണ് കൗൺസിലിങ്ങിന് വരുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 8 സെഷനോളം ഞാൻ എടുക്കേണ്ടി വന്നു ഒരു ഇന്നർ ഹീലിങ്ങിന് വേണ്ടി. എന്നാ സ്ലോ ആയിരുന്നു അറിയാം. കാരണം ഇവനെ അതുപോലെ ഇവളങ്ങ് വെറുത്ത് ഇവനെ ഒരു ഭീതി സ്വപ്നമാക്കി വെച്ചെടുത്തെന്നാണ് ഇനി ഹസ്ബൻഡിന്റെ സ്ഥാനത്തോട്ട് ചേഞ്ച് ചെയ്യേണ്ടത്. എങ്ങനെ സാധിക്കും? അപ്പൊ അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇറ്റ്സ് എ ബാഗേജ്. അങ്ങനത്തെ ബാഗേജുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹൈ ടൈം വി ഹാൻഡിൽ ഇറ്റ്, വി ഡീൽ വിത്ത് ഇറ്റ്. അതിനകത്ത് 2 പേരും കൂടെ ഒന്ന് ചേർന്ന് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എത്ര മനോഹരമാണ്. നമ്മുടെ പേഴ്സണൽ ശ്രമങ്ങൾ നടത്തിയിട്ട് അത് സാധിക്കുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് എത്ര മനോഹരമാണ്. സോ ഇമ്പാക്റ്റ് ഓഫ് സ്ട്രെസ് ആൻഡ് ലൈഫ് പ്രഷേഴ്സ്, വർക്ക് സ്ട്രെസ്, ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ ഇന്റിമസിയെ റെഡ്യൂസ് ചെയ്യാറുണ്ട്. പാരന്റിങ് ഡിമാൻഡ്സ്, especially in early years, leave couples exhausted. ഒരു കുഞ്ഞ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നടുക്കോട്ട് വന്ന് കിടക്കുകയാണ്. അത് ചിലർക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് മാറാറുണ്ട്. അപ്പൊ അത് സ്ട്രെസ്സായിട്ട് മാറാതിരിക്കാൻ അഗെയിൻ ദിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചില ഭാര്യമാർ പറയുന്നത്, നേരത്തെയൊക്കെ വീട്ടിലേക്ക് വരുമ്പം മോളൂന്ന് വിളിച്ചോണ്ടായിരുന്നു വരുന്നത്, ഇപ്പം കൊച്ചിനെ വിളിച്ചോണ്ടാ വരുന്നത്. ഇപ്പം എന്നെ വേണ്ട, കൊച്ചു വന്നപ്പോൾ ഇപ്പം കൊച്ചിന്. തിരിച്ചും ഭർത്താവിന് ഇത് തന്നെ പറയാനുള്ളത്. ഇതുവരെ എന്നെ നോക്കാൻ സമയമുണ്ടായിരുന്നു, എനിക്ക് സമയം തരാനുണ്ടായിരുന്നു, ദാണ്ട് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കൊച്ച് കൊച്ച് കൊച്ച്, പിന്നെ ഞാൻ ഔട്ടായി എന്ന് പറയുന്ന, ദാറ്റ് ഈസ് സംതിങ് ടു ബി ഹാൻഡിൽഡ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. പാരന്റിങ് ഡിമാൻഡ്സ്, അതിനെക്കുറിച്ച് നമ്മൾ ഇച്ചിരി കൂടുതലായിട്ട് പുറകാലെ സംസാരിക്കുന്നുണ്ട്, പാരന്റിങ് എന്നൊരു ആസ്പെക്ട് തന്നെ. പിന്നെ എക്സ്റ്റെൻഡഡ് ഫാമിലി ലിവിങ് സിറ്റുവേഷൻസ്, limiting privacy, common in Indian homes. Health issues, fatigue, poor self-care, ഇതെല്ലാം desires-നെ reduce ചെയ്യും. Lack of time together leading to emotional distances. പണ്ടൊരാൾ പറഞ്ഞു, ഏതൻ തോട്ടത്തില് പ്രശ്നം ഉണ്ടാക്കിയത് ആപ്പിൾ തിന്നുകൊണ്ടാണെന്ന് പറഞ്ഞു. വധവസത്തിലൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ ആ തിന്നതിൻ്റെ ബാക്കി നമ്മുടെ ഫോണിൻ്റെ പുറകിൽ ഇന്നും വെച്ചിട്ടുണ്ട്. പലർക്കും ആപ്പിൾ ഒരു പ്രശ്നമാകാറുണ്ട്. അത് ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയറുകൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കപ്പിൾ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഈ ഭാര്യ ഭർത്താവിനെയും കൊണ്ട് വന്നു പറയും, എൻ്റെ സാറേ, ഇത് ഞാൻ പണ്ടത്തെ 10ാം ക്ലാസ്സുകാരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പം ഞാൻ ഓർത്തു 10ാം ക്ലാസ്സിലെ ഓർമ്മകൾ പങ്കുവയ്ക്കാനല്ലേ, ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവരും ഗ്രൂപ്പിന് വേണ്ടി കയറി. പക്ഷെ ഇത് ഞാൻ കയറിയത് നോക്കിയത് ലെവൽ ആ ഗ്രൂപ്പിലുണ്ടോ എന്നുള്ളതാണ്. പണ്ട് പുള്ളിക്ക് 10ാം ക്ലാസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ധൈര്യമില്ലായിരുന്നു പറയാൻ.
ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അപ്പൊ നോക്കിയപ്പോ അവളുണ്ട്, എടീ നീ ഇപ്പൊ എവിടെയാ? അപ്പൊ എടാ നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഇന്നിടത്തുണ്ട്. നീയോ? ഇന്നിടത്ത്. കുടുംബമൊക്കെ? ഓ ഉണ്ട്. ഭർത്താവ് എവിടെയാ? ഓ ഇവിടെ ഒന്നും ഇല്ല, വിദേശത്താ. നിന്റെ ഭാര്യ ഇവിടെ ഉണ്ട്, പക്ഷെ പിന്നെ രണ്ടും കൂടെ ചാറ്റിങ്. അപ്പോൾ ഈ ഭാര്യ വിചാരിച്ചു, 10ാം ക്ലാസ്സിലെ ഓർമ്മകൾ പറയില്ല, ഞാൻ എന്തിനാ ചുമ്മാ ആവശ്യമില്ലാതൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ വന്ന് രാത്രി 12 മണിക്കും 12:30ക്കും ബാൽക്കണിയിൽ ഇരുന്ന് ഈ ചാറ്റില്ല. ഇതെന്നാ ഈ ചാറ്റുന്നതെന്നറിയാൻ ഒരു ദിവസം പുള്ളിക്കാരത്തി ശബ്ദമുണ്ടാക്കാതെ പതുക്കെ ചെന്ന് ബാൽക്കണി തുറന്ന് പുറകിൽ ചെന്ന് നിന്നപ്പോ എന്നാന്നറിയാവോ? ആശാൻ പാട്ട് പാടുക ഫോണിൽ കൂടെ. അവളെ പാട്ട് പാടി ഉറക്കുവോ. കോളർ റിങ് പിടിച്ചു. 14 വർഷമായി ഞാൻ കൂടിയിട്ട് ഇന്നേ വരെ എനിക്കൊരു പാട്ട് പാടി തന്നിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ പിടിച്ചോണ്ട് വന്നതാണ് ഒരു ആപ്പിൾ ഉണ്ടാക്കുന്ന ചതിയെ. അപ്പൊ അതുകൊണ്ട് ആപ്പിൾ ഉപയോഗിക്കുന്നതൊക്കെ കൊള്ളാം, അതിൽ കൂടെ പിശാച് കയറാതെ കൃത്യമായി സൂക്ഷിച്ചോണം. ചിലപ്പോൾ ഉണ്ടല്ലോ, കറക്റ്റ് ഈ ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങിയിരിക്കുന്ന പോയിന്റിലായിരിക്കും ടിങ് എന്ന് പറഞ്ഞ മെസ്സേജ്. ഹലോ, ഹായ്, എവിടെയാ? ഇവിടെ. പിന്നെ അങ്ങ് തുടങ്ങുമല്ലോ അങ്ങോട്ട്. അപ്പൊ അതിന് ഒരു അവസരം ഉണ്ടാക്കരുത്. തമ്മിൽ ലിസൺ ചെയ്യാൻ വേണ്ടി ടൈം എടുക്കണമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഈ ബാഗേജ് ആണ്, ഈ അൺറിസോൾവ്ഡ് പാസ്റ്റ് ട്രോമ. ചിലപ്പോൾ അബ്യൂസ് ആകാം, ചിലപ്പോൾ ബിട്രയൽ ആകാം, ചിലപ്പോൾ അൺഹെൽത്തി റിലേഷൻഷിപ്പുകളാകാം. ചില ട്രോമാസ് ഉണ്ട്, അതിനെ ഹാൻഡിൽ ചെയ്യാതെ കുടുംബജീവിതത്തിലോട്ട് കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് സെക്ഷുവാലിറ്റിയെ ബാധിക്കുന്ന കേസസ് ഉണ്ട്. ഈ അബ്യൂസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് കടക്കാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമാണ്. ഒരു ഡിവോഴ്സിൻ്റെ കേസ് ഒരാൾ ഫയൽ ചെയ്തു, അടുത്തയാൾ ഒബ്ജക്റ്റ് ചെയ്തു, അങ്ങനെ അവസാനം പാസ്റ്റ് എടുത്ത കേസ് എത്തി. അങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഒരു കാര്യത്തിൻ്റെ മേജർ റീസൺ ഇതായിരുന്നു. ഈ പെൺകുട്ടിക്ക് ചെറുപ്പത്തിൽ ഒരു അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇവളുടെ മനസ്സിനകത്ത് ഇവളൊരു മെസ്സേജ് എഴുതിയിട്ടു, ഫിസിക്കൽ ഇൻറ്റിമസി ഈസ് ലൈക്ക് ദിസ്. പക്ഷെ അന്ന് അവളെ അബ്യൂസ് ചെയ്യുകയായിരുന്നു, അവളെ ഉപദ്രവിക്കുകയായിരുന്നു, അവൾക്ക് പെയിൻ ഇൻഫ്ലിക്റ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ that was the exposure to sexuality. Therefore she wrote here, this is what physical intimacy is all about. So she says, I do not want to see my husband like that because I love him. Therefore I would never allow that to happen in my family life. അവിടുന്നാണ് കൗൺസിലിംഗ് റൂം വരെ എത്തേണ്ടി വന്നത്. അപ്പോൾ അൺറിസോൾവ്ഡ് അബ്യൂസ്, ബിട്രയല്. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഈ നമ്മുടെ ഇന്നത്തെ ഒരു കോമൺ പാറ്റേൺ ആണല്ലോ ഈ റൊമാൻറ്റിക് അഫെയർ. നാട്ടിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ റൊമാൻറ്റിക് അഫെയറിലേക്ക് പോയാൽ 2-3 ആഴ്ച മതി അത് ഫിസിക്കൽ ലെവലിലേക്ക് പോകാൻ. അപ്പോൾ ഫിസിക്കൽ ലെവലിലേക്ക് പോയി അങ്ങേ അറ്റം വരെ ചെന്ന് ഭാര്യയും ഭർത്താവും ആണെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പാർട്ട്നേഴ്സിൽ ഒരാളെ മറ്റൊരാളുടെ കൂടെ പിടിക്കുന്നത്. അപ്പോൾ ബ്രേക്കപ്പായി, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീസൺ കൊണ്ട് ഈ ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സത്യത്തിൽ ഒരു ഡിവോഴ്സിലൂടെ ഒരു കുടുംബം പോകുമ്പം ഇമോഷണലി ഏതൊക്കെ സ്റ്റേജിലൂടെ പോകുമോ ആ സ്റ്റേജിലൂടെ എല്ലാം പോകും ഇവർ. കാരണം ഈ ശരിക്കും പറഞ്ഞ ഒരു ഇമോഷണൽ ഡിവോഴ്സ് ആണല്ലോ ആ ബ്രേക്കപ്പിൽ നടക്കുന്നത്. അപ്പോൾ അവിടുന്ന് റിക്കവറായി 2-3 മാസം കഴിഞ്ഞപ്പോൾ പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങി. അപ്പോൾ അതിങ്ങനെ പോയി, അത് ഫിസിക്കൽ ഇൻറ്റിമസി ചെന്നു, അതിങ്ങനെ മുന്നോട്ട് പോയി, കുറേ കഴിഞ്ഞപ്പോൾ അത് ബ്രേക്കപ്പായി. അപ്പോൾ ആദ്യം ബ്രേക്കപ്പ് ആയതിൻ്റെ അത്രയും ബുദ്ധിമുട്ട് ഇപ്പോൾ ഇല്ല, കാരണം ഇച്ചിരിയും കൂടി ഇമ്മ്യൂണൈസ്ഡ് ആയി. ഇങ്ങനെ ഒരു 5-6 ബ്രേക്കപ്പ് കഴിഞ്ഞ് 5-6 ഇമോഷണൽ ഡിവോഴ്സ് കഴിഞ്ഞിട്ടാണ് കല്യാണപ്രായത്തിലേക്ക് വരുന്നതെന്ന് വിചാരിച്ചു നോക്കി. അപ്പോൾ കുടുംബജീവിതത്തിലേക്ക് കയറി കഴിയുമ്പോൾ ചെറിയ വിഷയം കാണുമ്പോഴേക്കും ഇട്ടെറിഞ്ഞങ്ങ് പോവും. അത് വളരെ നിസ്സാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. വൈ? ബിക്കോസ് യു ആർ ട്രെയിൻഡ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, പരമാവധി ഈ പറയുന്ന ഫിസിക്കൽ ഇമോഷണൽ ഇൻറ്റിമസി ഉണ്ടായി, റൊമാൻറ്റിക് അഫെയർ ഉണ്ടായി, അത് ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് പോയി ബ്രേക്കപ്പ് ആയുള്ള ഈ സൈക്കിൾസ് ഉണ്ടല്ലോ, എത്രത്തോളം ഇതില്ലാതിരിക്കുന്നോ അത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് സെക്യൂർ ആകാൻ. Shame and guilt due to premarital mistakes or past sin. Negative or repressive messages about sex are carried from childhood. അതുപോലെ ഒരു മെസ്സേജാണ്, 1-2 ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞപ്പം ഒരു ചെറുക്കൻ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചു എന്ന് വിചാരിക്കും, ഒരു മെസ്സേജ് ഉണ്ടാക്കി,
ലോകത്തിലെ ഒരൊറ്റ പെണ്ണിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും? കൗൺസിലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം എന്നോട് പറഞ്ഞതാ, പുള്ളിക്കാരത്തിൻ്റെ മോൻ വന്ന് ഒരു ദിവസം ചോദിച്ചു, മമ്മി, വിശ്വാസികളല്ലാത്ത ആരെങ്കിലുമൊക്കെ കല്യാണം കഴിച്ചാൽ കുഴപ്പമുണ്ടോ? എടാ എന്നാടാ, അഫയർ വല്ലതും ഉണ്ടോടാ, പറയടാ, എന്തിനാടാ നീ ഇങ്ങനെ ചോദിച്ചേ? പാവൻ പറയുകയാണത്ര, അവൻ്റെ കോളേജിൽ 4 പേരുണ്ടെന്ന്, ആ പശ്ചാത്തലത്തിൽപ്പെട്ടവർ. അവർ നടക്കുന്ന ജീവിതം മറ്റവരെക്കാളും അതപ്പതിച്ചതായതുകൊണ്ടാണ് അത്ര ഇവൻ അവൻ്റെ അകത്ത് കയറി ധാരണ നോക്കി. അവൻ്റെ അകത്ത് കയറിയ തെറ്റായ ധാരണയാണ് വിശ്വാസികളായ ഒരൊറ്റ പെണ്ണിനെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. എടാ, നീ 4 പെൺപിള്ളേരെ കണ്ടിട്ടാണ് ലോകത്തെ മുഴുവനും കൂടെ വിധി എഴുതിയത്. വിശ്വാസികളായ പെൺപിള്ളേരല്ല ഈ ടൈപ്പാണെന്ന് നിന്റെ കോളേജിൽ പഠിക്കുന്ന 4 പിള്ളേരെ കണ്ടപ്പോൾ നീ കൺക്ലൂഡ് ചെയ്തെങ്കിൽ നീ എത്ര അല്പന. നീ ലോകം കണ്ടിട്ടില്ല. ഇനി ഈ കൺക്ലൂഷനുമായിട്ട് ഇവനൊരു കല്യാണത്തിലേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും? ഡേ 1 തൊട്ട് ഇങ്ങനത്തെ ഒരുത്തൻ കല്യാണം കഴിച്ചതിൻ്റെ സ്റ്റോറിയും കൂടെ പറയാം. രണ്ടും കൂടെ ഹണിമൂൺ ആഘോഷിക്കാൻ പോയി. അപ്പം ഇങ്ങനെ രാത്രി വെളിയിലൊക്കെ ഇറങ്ങിയിരുന്ന് ഇങ്ങനെ മൂണൊക്കെ കണ്ട് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണ് മിസ്റ്റർ ഭർത്താവ് ഭാര്യയോട് പറയുന്നത്, അതെ, നീ എന്നോട് ക്ഷമിക്കണം. എന്നാ അച്ചച്ചാ? ഞാൻ എന്തായാലും നമ്മൾ കല്യാണം എല്ലാം കഴിഞ്ഞല്ലേ, എല്ലാം ഞാൻ തുറന്നു പറയാൻ പോകും. ഇനി എനിക്കിത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. എന്നാ പറ? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇച്ചിരിയൊക്കെ വഴിവിട്ടൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം നിന്നോട് കൺഫ്യസ് ചെയ്തേക്കാം, നീ എന്നോട് ക്ഷമിക്കുമോ എന്നും പറഞ്ഞിട്ടൊരു നോട്ടം ഉണ്ടല്ലോ. ആ നോട്ടത്തിൽ പുള്ളി പ്രതീക്ഷിച്ചത് അവൾ എഴുന്നേറ്റ് ഓടും, മൂക്ക് ചീറ്റും, എന്നാലും എൻ്റെ അച്ചാച്ചൻ ഇങ്ങനെ ഒരാളാണല്ലോ എന്ന് പറയും. അപ്പോൾ പുറകെ ചെന്ന് സോൾവ് ചെയ്യേണ്ട വരുമെന്നാണ് പുള്ളി വിചാരിച്ച്. പുള്ളിക്കാരത്തി എഴുന്നേറ്റുമില്ല, ഓടിയില്ല. പുള്ളിക്കാർ ഇറ്റ്സ് ഓക്കെ. ഇപ്പം ഞാൻ ഫസ്റ്റ് ഇയറിൽ ഒരുത്തനുണ്ടായിരുന്നു, തെറ്റേ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ഇയറിൽ മറ്റൊരുത്തനായിരുന്നു, തേർഡ് ഇയറിലോ വേറൊരുത്തനായിരുന്നു. അച്ചാച്ചൻ വിഷമിക്കണ്ട കേട്ടോ. ഇത് കേട്ട അച്ചാച്ചൻ ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റില്ലേ, അമ്പടി കള്ളി, എനിക്ക് ഒരു അഫയറും ഇല്ലായിരുന്നു, ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാ. ദൈവമേ, ഇങ്ങനെ ഒരുത്തിയാണല്ലോ. അപ്പൊ ഹണിമൂണിൽ തന്നെ ഏകദേശം ഒരു തീരുമാനം. അപ്പൊ ഇതുപോലത്തെ കുറെ തെറ്റിദ്ധാരണകളും ജനറൽ കൺക്ലൂഷൻസുമായിട്ട് കുടുംബജീവിതത്തിലോട്ട് കയറി കഴിയുമ്പം ഉണ്ടാക്കാവുന്ന കുറെ സെൻസിറ്റീവ് ഇഷ്യൂസാണ് ഞാനീ പറഞ്ഞത്. ട്രസ്റ്റ് ഇഷ്യൂസ് ആഫ്റ്റർ കോൺഫ്ലിക്ട്സ് ഓർ മാരിറ്റൽ ഹേർട്ട്, ഇനബിലിറ്റി ടു ബി വൾണറബിൾ ഡ്യൂ ടു ഫിയർ ഓഫ് റിജക്ഷൻ. ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. യെസ്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ? ആരടി? രാജീവ്. രാജീവ്? അങ്ങനെയാണ് എനിക്കറിയില്ലല്ലോ. നീ കൂടുതൽ വേഷം കെട്ടെടുക്കല്ലേ, എനിക്കെല്ലാം അറിയാം. ഇത്ര നാളൊരു ഉറപ്പില്ല, നീ എന്നെ പറ്റിക്കായിരുന്നല്ലേടി. ഇനി എനിക്ക് എന്നോട് ജീവിക്കണമെന്നില്ല. വിനയ, ഞാൻ ഇറങ്ങുവാണേ. ഈ പാതിരാത്രി ഇവിടെ പോയി? അപ്പൊ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ. അമ്മ, ഞാൻ പിന്നെ വിളിക്കാവേ. അമ്മയാ? അമ്മയാ? ഈ രാത്രിയാ? മര്യാദയ്ക്ക് എന്നിട്ട് ഉറങ്ങാൻ നോക്കൂ. ഹലോ. ഹലോ, നീ എവിടെയാ? ഞാനിവിടെ വീട്ടില്. വീട്ടിലോ? ഒരു വണ്ടിയുടെ സൗണ്ട് കേൾക്കാലോ. അത് വീടിന്റെ പുറത്തുമല്ലോ ആയിരിക്കും. എന്താ വിളിച്ചത്? ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ച. ഇന്ന് രാവിലെ നീ എവിടെയാ കാടി?
നീ എവിടാ? അല്ല നിങ്ങളാരാണ്? ഹലോ, ഇത് വിനയുടെ നമ്പർ അല്ലേ? ഞാൻ വിനയുടെ ഫ്രണ്ടാ. ശരിയാണ്, ഞാൻ രാവിലെ കള്ളം തന്നെ പറഞ്ഞത്. ഇനി എനിക്കും ഉണ്ട് കുറച്ച് സംസാരിക്കാൻ. വൈശായില്ലേ? പുള്ളിക്കാരൻ ഓഫീസിൽ ഔട്ടിംഗ് എന്ന് പറഞ്ഞ് രാവിലെ പോയല്ലോ. ഓഫീസിൽ ഔട്ടിങ്? ഞാനറിയാതെ എൻ്റെ ഓഫീസിൽ ഔട്ടിങ്. ഞാനവരെ ഫോണിൽ ഒരുപാട് പ്രാവശ്യം വിളിച്ചായിരുന്നു, എന്നിട്ട് അവൻ ഫോണും എടുക്കുന്നില്ല. എന്തായാലും അവൻ വരുമ്പോൾ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞേക്കണം. ശരി. പിന്നെന്താ? എന്താ പറ്റി? വാ. എടി, നീ ഇങ്ങനെ കരയാതെ. നമുക്ക് എന്താന്ന് വെച്ചാൽ അന്വേഷിക്കാം. എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്. വൈ? ഒരു ബ്രേക്ക് എടുത്തിട്ട് പറയാം അല്ലേ?